മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കണം, അദ്ദേഹത്തിന്റെ വാക്കുകൾ. സമീപകാലത്തെത്തിയ തൃശ്ശൂരില് BJP ജയിച്ചു. അതിനു മുൻപ് നേമത്ത് BJP അസംബ്ലിയിൽ അക്കൗണ്ട് തുടങ്ങി. എങ്ങനെയായിരുന്നു നേമത്ത് അസംബ്ലിയിൽ അക്കൗണ്ട് തുടങ്ങാൻ കഴിഞ്ഞത്? നേമത്തുള്ള കോൺഗ്രസ് വോട്ടുകൾ കാണാനില്ല. അതേസമയം അതിനടുത്തുള്ളൊരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് ജയിച്ചു വരും, അവിടെ BJPയുടെ വോട്ടും കാണാനില്ല. ധാരണയായിട്ട് BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടായി കൊടുത്ത് 2021 അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ പരസ്യമായി പറഞ്ഞല്ലോ, ഈ അക്കൗണ്ട് ഞങ്ങൾ കൂട്ടിക്കൊള്ളു. അത് കൂട്ടിക്കാനായി. തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് BJPക്ക് ജയിക്കാനായത്? അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് എവിടെ പോയി? ഞങ്ങളും ജയം പ്രതീക്ഷയാണ്, ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ കുറവ് വന്നില്ല, കോൺഗ്രസിന് വലിയ കുറവ് വന്നല്ലോ. ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ അനുഭവമല്ല. ഇപ്പോ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എടുത്തു നോക്കി, എത്ര സ്ഥലങ്ങളിൽ BJPയുമായി യോജിപ്പിച്ച് മത്സരിച്ചു. ഔദ്യോഗിക ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ BJPയും UDFും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഭാരവാഹികൾ എത്ര തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അവരുടെ ശീലമാണത്. ആ ശീലം എല്ലാ ഘട്ടത്തിലും അവർ സ്വീകരിക്കാറുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരേ മനസ്സാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി എത്ര തീവ്രമായിട്ടായിരുന്നു രണ്ടു കൂട്ടരും ശ്രമിച്ചത്. കോൺഗ്രസും UDFും BJPയും ഒരേ മനസ്സോടെയല്ലേ നീങ്ങിയത്. കോൺഗ്രസിനെയും UDFിനെയും ഡീൽ ജനങ്ങളുമായി മുഖ്യമന്ത്രി പറയാണ്. വീണ്ടും പിന്നെയും ആ ഡീലിൽ കിടന്ന് ചുറ്റുതിരിയാണ്, നിയമവും ഒക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഡീൽ വിടുന്നില്ല ഇലക്ഷൻ പ്രചരണ രംഗം എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.